ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ സീസ് ഫയറുമായിട്ട് കാര്യങ്ങൾ കുറച്ച് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമേ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സുപരിചിതമായ ഒരു പേരാണ് ഹിൻഡൻബർഗ് റിസർച്ച്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ്, ഇന്ത്യക്കുള്ളിൽ ഒരുപാട് കേട്ട പേരാണ്. ഇത് അദാനി കമ്പനിയെ നിരന്തരം പുറകെ നിന്ന് വേട്ടയാടിയ സെബിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അങ്ങനെ ഒരു കമ്പനിയാണിത് ഹിൻഡൻബർഗ് റിസർച്ച്. ഏതാണ്ട് ഇവർ ഷോർട്ട് സെല്ലിംഗ് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു പരിപാടി. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് വിൽക്കുക എന്നുള്ളതാണ്. വിൽക്കുക, വാങ്ങുക, വിൽക്കുക. വില കുറയ്ക്കുക, പോയി വാങ്ങുക, വില കൂട്ടി വിൽക്കുക. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പം വില കുറഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ കമ്പനിയെ ടാർഗറ്റ് ചെയ്യും. ആ കമ്പനിയെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവർ ആ കമ്പനിക്ക് എന്തെങ്കിലും അലിഗേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഫ്രോഡോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും 1-2 ഷെൽ കമ്പനികളിൽ നിന്ന് അവർ കുറച്ച് ഷെയർ ഒക്കെ ഇതിനകത്ത് മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇവരിങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ട്, ഇവർ തുറന്ന് കാണിച്ചിട്ട്, അപ്പോൾ അതിലേക്കുള്ള റിലയബിലിറ്റി, കസ്റ്റമറിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികൾ ഇവർ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പം സ്വമേധയാ ആ കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് കുറയും. അങ്ങനെ കുറയുമ്പോഴത്തേക്കും ഇവർ ഓടിച്ചെന്ന് ആ സ്റ്റോക്ക് അങ്ങ് മേടിക്കും. ഇല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ ഈ ഒരു ടാസ്ക് ഇവരെ ഏൽപ്പിച്ചത് ആ കമ്പനികൾ പോയിട്ട് ആ സ്റ്റോക്ക് അങ്ങ് മേടിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റോക്ക് സ്വമേധയാ ഉയർന്നു വരും. ചിലപ്പോൾ ഇവർ തന്നെ അതിനെക്കുറിച്ച് പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവരുടെ തന്നെ വേറെ ഏതെങ്കിലും ഫേമിനെ വെച്ചിട്ട് ഇവർ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് റിപ്പോർട്ടും ഇവരുടെ തന്നെ ഈ ഒരു നെഗറ്റീവ് റിപ്പോർട്ടിനെ പോസിറ്റീവ് ആക്കത്തക്ക രീതിയിൽ വേറെ ഇവരുടെ സിസ്റ്റർ കമ്പനീസ് ആയിട്ടുള്ള വേറെ കമ്പനികൾ വെച്ചിട്ട് ഇവർ തന്നെ ആർട്ടിക്കിൾസ് നറേറ്റീവ്സ് ഒക്കെ എഴുതിപ്പിച്ച് ആ കമ്പനിയെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ച് ആ ഒരു ഷെയറിനെ ഹൈ പ്രൈസിൽ എത്തിക്കും. ആ രീതിയിലുള്ള ചില പരിപാടികളൊക്കെ ഇവർ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഷോർട്ട് സെല്ലിംഗ് എന്നുള്ളത് ഇതിൽ പല രീതിയിലുള്ള ഷോർട്ട് സെല്ലിങ്ങുകളുണ്ട്. അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. പല രീതിയിലും സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും, പല രീതിയിലും സ്റ്റോക്കുകളുടെ വില കുറയ്ക്കാൻ പറ്റും, പല രീതിയിലും സ്റ്റോക്കുകളുടെ വില ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇവരുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ എന്ന് പറയുന്നത്. ആൻഡർസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ കമ്പനിയുടെ സിഇഒ. അപ്പൊ പുള്ളി അദാനിക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഒക്കെ ഉന്നയിച്ചതാണ്. ഇപ്പൊ സംഭവിച്ചെന്ന് പറഞ്ഞാൽ സംഭവിച്ചത് ഈ കമ്പനി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഹിൻഡൻബർഗ് റിസർച്ച് കമ്പനി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വളരെ പ്രസിദ്ധമായ ഒരു വാർത്തയാണിത്. ഇത് എന്തുകൊണ്ടാണ് വളരെ പ്രസിദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഫേമസ് ആയിട്ട് ഒരു കമ്പനി അല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ഒരു കമ്പനി അടച്ചു പൂട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് അതിന്റെ സിഇഒ ആയിട്ടുള്ള ആൻഡർസൺ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ കമ്പനി ഒരു പ്രത്യേക ടാസ്കിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. നമുക്കൊരു 100 ടാസ്കുകൾ, അതായത് 100 ടാസ്കുകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 100 ടാസ്കുകളും ഏകദേശം ഞങ്ങൾ പലതരത്തിലും ആയിരക്കണക്കിന് എംപ്ലോയീസിനെ വെച്ചിട്ട് അതിന്റെ R&D വർക്കുകൾ ഞങ്ങൾ സ്റ്റാഫുകളെ വെച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയാക്കി. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് അലിഗേഷൻസും അതുപോലെ തന്നെ ഒരുപാട് കേസുകളും ഞങ്ങളുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ തന്നെ ഒരുപാട് കേസുകളുണ്ട്. കാരണം ഞങ്ങൾ സീക്രട്ട് ആയിട്ട് റിസർച്ച് ചെയ്ത് ഈ ഒരു ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ആ മേഖലയിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ കമ്പനി ക്ലോസ് ചെയ്യുന്നതെന്ന് പുള്ളി പറയുന്നത്. പക്ഷേ ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ $140 ബില്യൺ ഈ കമ്പനി ലോസ് ആണ്. സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സെല്ലിങ്ങിൽ വന്ന വീഴ്ചയാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി കളിക്കാന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് ഇങ്ങനത്തെ വീഴ്ചകൾ ഉണ്ടാവും. പക്ഷെ ഇത്തവണ ഉണ്ടായ വീഴ്ച കമ്പനിക്ക് പിടിച്ചു നിൽക്കാനും ഈ ഒരു നഷ്ടം നികന്നു പോവാനും സാധിക്കാത്ത വിധത്തിൽ വന്ന ഒരു നഷ്ടമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കമ്പനി അടച്ചുപൂട്ടുന്നത്. പക്ഷെ ഇതിപ്പം ഗ്ലോബലി തന്നെ അദാനിക്ക് ഇതൊരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കമ്പനിയുടെ, അതായത് ഈ ഒരു ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ഒരു കമ്പനിയുടെ റിലയബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവർ ചെയ്ത വർക്കുകളുടെയൊക്കെ സത്യസന്ധതയെക്കുറിച്ച് ആൾക്കാർക്ക് ഇപ്പം ഒരു ചെറിയ ഡൗട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഞാനിപ്പോൾ അദാനിയെ ക്ലീൻ ഷീറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഹിൻഡൻബർഗിനെ ക്ലീൻ ഷീറ്റ് കൊടുക്കാനോ അല്ല ഇപ്പൊ ഞാൻ ഈ വാർത്ത പറഞ്ഞത്. ഇതൊരു ഗ്ലോബലി ശ്രദ്ധിക്കപ്പെടുന്ന നിലവിലെ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് ഈ നെക്സ്റ്റ് വീക്ക് മൊത്തം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചർച്ചയാകാൻ പോകുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇവിടെ സൂചിപ്പിച്ചത്. ലൈൻ ഇതാണ്: ഹിൻഡൻബർഗ് റിസർച്ച് സ്ഥാപനം അടച്ചു പൂട്ടിയിരിക്കുന്നു. ഏതാണ്ട് അവരുടെ ഹിൻഡൻബർഗ് റിസർച്ച് കമ്പനിയുടെ ക്യാപിറ്റൽ ഫണ്ട് ആയിട്ടുള്ള $140 ബില്യൺ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹിൻഡൻബർഗ് റിസർച്ച് സ്ഥാപനം അടച്ചു പൂട്ടിയിരിക്കുന്നു. റഷ്യയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. വീണ്ടും ഇന്ത്യൻ സിറ്റിസൺസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 12 ഇന്ത്യൻ സിറ്റിസൺസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. റഷ്യക്ക് വേണ്ടി ഉക്രൈനെതിരെ യുദ്ധത്തിന് പോയ 12 ഇന്ത്യൻസ് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാലാണ് ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടത്. അതായത് ഈ ഒരു 20 പേരും കൂടെ അഡീഷണൽ ആയിട്ട് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷന്റെ പേരിൽ റഷ്യ എടുത്ത് ഡീറ്റെയിൽ ചോദിച്ചപ്പോഴാണ് റഷ്യ ഈ ഒരു വിഷയം കൺഫേം ചെയ്തിരിക്കുന്നത്. 12 പേര് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത റഷ്യയുടെ സൈഡിൽ നിന്ന് ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ബോഡി റിക്കവർ ചെയ്ത് അതാത് കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലൂടെ ചെയ്തു വരികയാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൽ ഞാൻ ഖത്തറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം, ആയിരിക്കും നല്ലത്. സീസ് ഫയറിലോട്ട് ഞാൻ ലാസ്റ്റ് വരാം. ഖത്തർ PM പറഞ്ഞിരിക്കുകയാണ്. ഖത്തർ PM എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇസ്രായേലിന് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്.
എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നാളും ഖത്തറിന്റെ PM ഉറങ്ങിക്കൊണ്ടിരുന്നു എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം പുള്ളി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഫ്രഷ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഗോലാൻ ഹൈറ്റ്സ് ആ ഒരു ബഫർ സോണിൽ നിന്ന്, സിറിയയുടെ ബഫർ സോൺ ആയിട്ടുള്ള ആ ഗോലാൻ ഹൈറ്റ്സ് ഭാഗത്ത് നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്നുള്ള ഒരു താക്കീതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ അമേരിക്കൻ എൻവോയ്സ് ഒക്കെ പോയിട്ടാണല്ലോ ഈ ഒരു സീസ് ഫയറിന്റെ ഡീല് നടന്നത്. അപ്പൊ ഈ ഒരു പിന്നെ ട്രംപിന്റെ റെപ്രസെന്റേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബൈഡൻ റെപ്രസെന്റേറ്റീവ് ആളവിടെ ഉണ്ടായിരുന്നു. കുറെ കാലം കൊണ്ട് ഈ ഖത്തർ ഈ അമേരിക്കൻ എൻവോയ്സുമായിട്ടൊക്കെ നല്ല ടൈഅപ്പിൽ സംസാരിച്ച് പോവാണ്. ഡെയിലി ചായ കൂടിയും കാപ്പി കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ക്ലോസ് ടോക്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അത് പുള്ളി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് അമേരിക്കൻ ബേസ് ഒക്കെ ഖത്തറിലുണ്ടല്ലോ, അപ്പൊ ഞാനിന്ന് ഇസ്രായേലിനെ ഒന്ന് വിരട്ടി നോക്കാമെന്നുള്ള രീതിയിൽ ചെറിയൊരു കോമഡി ഇറക്കിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഖത്തറിനെയും ഇസ്രായേലിനെയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസിന്റെയും ഓയിലിന്റെയും പണം കൊണ്ട് ഖത്തർ സമ്പന്ന രാജ്യമായിരിക്കും. പക്ഷേ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പൊന്നും ഖത്തറിനില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. അതാണ് സത്യസന്ധമായ കാര്യം. ട്രംപ് രണ്ട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ഇസ്രായേലിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിനെ അനുകൂലിച്ച് പറഞ്ഞ എന്താണ്, ഇസ്രായേലിനെ എതിർത്ത് പറഞ്ഞ എന്താണെന്ന് രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇസ്രായേലിനെ അനുകൂലിച്ച് പറഞ്ഞത്, അതായത് ഹമാസിന് ഒരു ത്രെട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ സീസ് ഫയറിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാണ്ട് ചാടി കളിക്കുന്ന ഒരു ഏർപ്പാടാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ വീണ്ടും എനർജറ്റിക്കലി വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു റീപവർ കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ്, ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഹമാസിനെ വിരട്ടിക്കൊണ്ട് നിങ്ങൾ എത്രയും വേഗം സീസ് ഫയറിൽ എന്താണോ നമ്മൾ വെച്ച ഡീല് അതിൽ ഉറപ്പിച്ച് നിൽക്കുക, അല്ല ചാടിക്കളിക്കരുത് എന്നുള്ളൊരു സൂചനയായിട്ട് കൊടുത്തൊരു വിരട്ടായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഹമാസിനൊരു വിരട്ടായിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ ഇൻഡയറക്ട്ലി അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. കാരണം സീസ് ഫയർ ഡീൽ എന്ന് പറയുന്നത് ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന ഒരു സീസ് ഫയർ ഡീൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അതൊരു ബ്ലഫിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിലായാലും ഇസ്രായേലിനെ പ്രതികൂലമായി ബാധിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ഇസ്രായേലിനെ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലെബനാന്റെ ബോർഡർ. അതായത് ലെബനാനിൽ നമ്മൾ 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ കരാർ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇസ്രായേൽ പാലിക്കുക, ഇസ്രായേൽ അത് ലംഘിക്കരുത്. 60-ാം ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാം കെട്ടിപ്പറക്കി നിങ്ങൾ ഇസ്രായേലിലോട്ട് മടങ്ങണം എന്നുള്ള നിലയിലുള്ള ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. അത് വേറെ ഒന്നല്ല, ഇപ്പൊ അമേരിക്കയും സൗദിയും കൂടെ ചേർന്നിട്ടാണ് ലെബനാന്റെ ഉള്ളിൽ ഈ പുതിയ ജോസഫ് ആവോ എന്ന് പറഞ്ഞ ആ ഒരു പുതിയ പ്രസിഡന്റിനെ അവിടെ പിന്തുണ നൽകി അയാളെ വിജയിപ്പിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രസിഡന്റ് കൃത്യമായിട്ട് ഈ ഒരു അമേരിക്കയും സൗദിയും സപ്പോർട്ട് ചെയ്ത് ഇവരുടെ ഒരു ഡിപ്ലോമസിക്ക് ഇണങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ ലെബനാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ 2-3 സ്റ്റേറ്റ്മെന്റുകൾ വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ജോസഫ് ആവൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രസിഡന്റിന് ഇപ്പൊ ജസ്റ്റ് ഹണിമൂൺ പീരീഡ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ സൗദി ആയാലും അമേരിക്ക ആയാലും അതിനെ അനുകൂലിക്കുന്ന ആ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ 2-3 സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ഇസ്രായേലിനെ ഒന്ന് കരുവാക്കിയെന്നേ ഉള്ളൂ. ആ രീതിയിൽ ഇസ്രായേലിനെ ഇരയാക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ലെബനാനിൽ നിന്ന് അങ്ങനെ മടങ്ങി പോകത്തില്ല. അതിന് കാരണമുണ്ട്, ഞാൻ പറഞ്ഞു വരാം. കാരണം ഇതാ സിറിയ ഇന്ന് ഓപ്പൺ ആയിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അവര് ലെബനാനിലേക്ക് ആയുധം കടത്തിയ ആൾക്കാരെയും ആയുധം കടത്തിയ വാഹനവും അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കുറെ വെപ്പൺസ് ഒക്കെ പറയുന്നുണ്ട്, കുറെ ലിസ്റ്റ് ഓഫ് വെപ്പൺസ് ആണ്. അത് എപ്പോഴും പോലെ തന്നെ ഗ്രനൈഡ്സ്, അതേപോലത്തെ കുറെ വെപ്പൺസ് ഒക്കെ അതിനകത്തുണ്ട്, റോക്കറ്റ്സ്, ചെറിയ ലോഞ്ചറുകൾ, ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ അതിനകത്തുണ്ട്. ഇത് ഇസ്രായേലിന്റെ സീസ് ഫയറിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോഴും ഇങ്ങനെ ആയുധങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ലെബനാന്റെ ഉള്ളിൽ നിന്ന് ഏത് നേരത്തും ഒരു അറ്റാക്ക് ഇസ്രായേലിന്റെ ഉള്ളിൽ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന് അവിടെ ഒരു റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ആയുധങ്ങളുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഹൂത്തികളാണെന്നാണ് പറയുന്നത്. ഹൂത്തികൾ ത്രൂ ആണ് ഈ ഒരു വെപ്പൺ കടന്നു വന്നിരിക്കുന്നത്. ഇതിൽ ഇറാന്റെ പങ്കുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ആയുധക്കടത്ത് നടന്നിരിക്കുന്നത് ലെബനാനിലോട്ട്. ഞാൻ കാണിക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊച്ചു കുട്ടികളാണ്. ഈ കിഫിർ, ഏരിയൽ എന്നാണ് ഈ 2 കുട്ടികളുടെയും പേര്. ഇതിൽ ഒരെണ്ണത്തിന് 2 വയസ്സ്, മറ്റൊന്നിന് 5 വയസ്സാണ്. ഈ ചെറിയ പ്രായത്തിലുള്ള 251 പേരിൽ ഈ 2 കുട്ടികളും ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഈ രീതിയിലുള്ള കൊച്ചു കുട്ടികളെയൊക്കെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് തീവ്രവാദികൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടികളുടെ മദറിനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്, അവരുടെയും കൂടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അപ്പൊ 33 പേര് ആരെയൊക്കെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റ്, നെയിം ലിസ്റ്റ് എല്ലാം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കുട്ടികൾ ഉൾപ്പെടെ, ഈ 33 പേരിൽ ഈ കുട്ടികൾ ഉൾപ്പെടെ 12 സ്ത്രീകൾ, പിന്നെ 11 ഓൾഡ് ഏജ് മെൻസ്, 50 വയസ്സിന് മുകളിലുള്ള 11 പേര്, 50 വയസ്സിന് താഴെയുള്ള 11 പേര്. ഇതാണ് 33 ഹോസ്റ്റേജസ്. ഈ 33 പേരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ 65 പേര് ബാക്കിയാവും ഹമാസിന്റെ കയ്യിൽ. അപ്പൊ ഈ 65 പേരിൽ എത്ര പേര് ജീവനോട് ഇരിപ്പുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഈ മരിച്ചുപോയ ആൾക്കാരുടെ ലിസ്റ്റ് പൂർണ്ണമായിട്ടും പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 33 പേരെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വിട്ടുകൊടുക്കേണ്ടത് 1700 തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടുകൊടുക്കേണ്ടത്. അതിനകത്ത് 700 പേര് തീവ്രവാദികളാണ് കേട്ടോ. 700 പേര് ഹമാസ് തീവ്രവാദികളാണ്.
ബാക്കിയുള്ളതിൽ 1000 പേര് 8-ാം തീയതി മുതൽ, അതായത് ഒക്ടോബർ 7-ന് ഈ ഒരു ആക്രമണം നടന്നല്ലോ, ഈ ഒക്ടോബർ 8, 2023 ആക്രമണം നടന്നതിന് ശേഷം ഈ നിലവിലെയുള്ള യുദ്ധത്തിന്റെ ഇടയിൽ പിടിക്കപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു 1000 പേര്. അങ്ങനെ ഒരു 1700 പേരാണ് വിട്ടുകൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള 2-3 പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇസ്രായേൽ പിന്നീട് തീരുമാനിക്കും. ഇസ്രായേൽ അതിൽ യാതൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുവരെ ഇസ്രായേലിന്റെ ക്യാബിനറ്റിൽ ഈ ഒരു സീസ് ഫയർ ഡീൽ അപ്രൂവ് ആയി പുറത്തു വന്നിട്ടില്ല. ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടുണ്ട്, ഹമാസും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് ദോഹയിൽ വെച്ച് ഒപ്പുവെച്ച കോപ്പിയാണ്. ആ കോപ്പി തന്നെയാണ് നെസറ്റിൽ ഇപ്പം സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അപ്പൊ ആ സർക്കുലേറ്റ് ചെയ്ത കോപ്പി ഇതുവരെ അപ്രൂവൽ ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ അപ്രൂവൽ ആവാത്തതിന്റെ കാരണം 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ ഒരു വലതുപക്ഷ പാർട്ടികളുടെ നല്ല രീതിയിലുള്ള പ്രഷർ. 2, ഈ ബന്ദികളെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡീലിനെ അനുകൂലിച്ചുകൊണ്ട് പോകുന്ന ഒരു ടീം. അടുത്തതെന്ന് പറഞ്ഞാല് അതായത് ഈ ബന്ദികൾക്ക് എതിരെ ഒരു ടീം അവിടെ ഉണ്ട്. ബന്ദികൾക്കെതിരെ ബന്ദികൾ ഇപ്പൊ എത്രമാത്രം സോൾജേഴ്സ് മരണപ്പെട്ടു, അപ്പൊ ഇവരെയും കൂടെ ആ ഒരു വീരകൃത്യത്തിൽ എഴുതി ചേർത്തൂടെ ഇവരുടെ പേര്? ഈ ഒരു രാജ്യം മുന്നോട്ട് കുതിക്കുന്നതിന് എന്തിനാണ് പുറകോട്ട് വലിക്കുന്നത് എന്നുള്ള നിലയിൽ കുറച്ച് ആൾക്കാർ ഇതിനെ, ഒരു ഫാർ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇതിനെ എതിർക്കുന്നുണ്ട്, ഈ ഒരു ഡീലിനെ. അങ്ങനെ ഒരു ടീം അവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഈ ഡീൽ എങ്ങനെയും ഉറപ്പായിട്ട് നടത്തണം എന്നാണ് നെതന്യാഹു പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു പ്രോമിസ് ഈ ഒരു സ്മൂട്രിച്ച് എന്ന് പറഞ്ഞ ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി പാർട്ടിയുടെ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു വാഗ്ദാനം പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നതിനെ കുറിച്ച്, പ്രോമിസിനെ എങ്ങനെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കാത്തു സൂക്ഷിക്കാൻ പോകുന്നത്, അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഈ ഒരു സീസ് ഫയർ ഡീല് പാസ്സാകും എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അഥവാ ഈ ഒരു ഇത്താമർ ബെൻ ഗിവിർ, ഈ റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതിനെ വോട്ടിടാതെ വിസമ്മതിച്ച് നിന്നാലും, ഇതിനെ റിജക്ട് ചെയ്താലും, ബാക്കിയുള്ള നെസറ്റ് അംഗങ്ങളെല്ലാം ഇതിന് വോട്ടിട്ട് കഴിഞ്ഞാൽ ഇതിന് മെജോറിറ്റി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത് പാസ്സാവും എന്നാണ് പറയുന്നത്. നാളെ ശനിയാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ സൺഡേ ആയിരിക്കും ഇത് പാസ്സാകുക എന്നാണ് പറയുന്നത്. സൺഡേ ഒരു 12:45 12:45 PM കൂടി ഇതിനൊരു തീരുമാനം ആവും എന്നാണ് പറയുന്നത്. അതിനകത്ത് ചോദ്യചിഹ്നമായിട്ടിരുന്ന 2 കാര്യങ്ങളാണ് ഞാൻ വ്യക്തമാക്കാൻ പോകുന്നത്. അതിനകത്ത് ഞാൻ ഈ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ നോക്കിക്കോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫിലഡൽഫി കോറിഡോർ എന്ന് പറയുന്നത്. ഈ കോറിഡോറിന്റെ ശരിക്കും ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഇതാണ് ഈ കോറിഡോർ. ഈ ത്രൂ ഔട്ട് ഇങ്ങനെ കിടക്കാണ്. അതായത് ഇത് ഇസ്രായേലിന്റെ ബോർഡർ തൊട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോറിഡോർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫിലഡൽഫി കോറിഡോറിന്റെ എൻട്രൻസ് ഇവിടെ തുടങ്ങുകയാണ്. ഇതിൽ നിന്ന് നേരെ പോകുന്നത് കരീം ഷാലോം ഗേറ്റിലാണ്. ഈ കരീം ഷാലോം ഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗാസയുടെ എൻട്രൻസ് ആണ്. അവിടെ ഒരു സെക്യൂരിറ്റി പോയിന്റ് ഉണ്ട്, അവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അത് കൂടാതെ അതിന്റെ ഇടത്തെ ഭാഗത്ത് ഈ സൈഡിൽ വരുന്നതാണ് ഈജിപ്റ്റ്. ഈജിപ്തിലേക്ക് പോകേണ്ട ഗേറ്റ് എന്ന് പറഞ്ഞാൽ റഫ ഗേറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഫിലഡൽഫി കോറിഡോർ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ചാരിറ്റബിൾ വർക്കേഴ്സ്, അതേപോലെ തന്നെ ഈ ഒരു UNRWAയുടെ എയ്ഡ് ട്രക്കുകളെല്ലാം ഈ ഒരു കോറിഡോർ വഴിയാണ് കയറി പോകുന്നത്. അപ്പൊ ഈ ഒരു ഡീലിൽ പറഞ്ഞിരിക്കുന്നത് അവസാനം വരെ ഈ ഒരു ഫിലഡൽഫി കോറിഡോറിൽ ഈ ഭാഗത്ത് സെക്യൂരിറ്റി ഉണ്ടാവും. 42-ാം ദിവസം വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. 42-ാം ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ കോറിഡോറിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ ആർമി, അതായത് IDF പിൻവാങ്ങുന്നത് 42-ാം ദിവസം കഴിഞ്ഞിട്ട്. അതായത് എല്ലാ ഹോസ്റ്റേജസും ഇസ്രായേലിന് കിട്ടി എന്ന് ബോധിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം 42-ാം ദിവസം മുതൽ 50 ദിവസം വരെ, ആ ഒരു 1 വീക്കിലാണ് ഇസ്രായേൽ ആർമി IDF ഈ ഒരു ഫിലഡൽഫി കോറിഡോറിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു 7 ദിവസം എന്ന് പറയുന്നത് ഹമാസിന്റെ കയ്യിൽ ഇനി കസ്റ്റഡിയിൽ ആൾക്കാരില്ല എന്നുള്ളൊരു ദിവസമാണ് 7 ദിവസം. അവർ 8 ദിവസം പറയുന്നത്. ഈ ഒരു 8 ദിവസമാണോ ഈ സ്മൂട്രിച്ചിന് ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്ത ഒരു പ്രോമിസ് നടപ്പിലാക്കാൻ വേണ്ടി നെതന്യാഹു വെച്ചിരിക്കുന്ന ഒരു ക്ലൂ, അല്ലെങ്കിൽ ഈ ഒരു പിടിവള്ളി? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഡിഫറെന്റ് വേയിൽ വായിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ, ഈ റിപ്പോർട്ട് ഡിഫറെന്റ് രീതിയിൽ വായിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ വരികൾക്കിടയിലുള്ള ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇസ്രായേൽ എപ്പോഴും ഇങ്ങനെ ചില ടെക്നിക്കുകൾ അവരുടെ എഗ്രിമെന്റ്സിലൊക്കെ വെക്കാറുണ്ട്. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ആക്രമണം വന്ന്, കാരണം ഇവന്മാര് തീവ്രവാദികളാണ്. ഇവർ ഏത് നേരത്തും ആരാണ് പെട്ടെന്ന് ഒരു രോഷാകുലനായിട്ട് പെട്ടെന്ന് ഒരു റോക്കറ്റ് വിടുക എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ, കാരണം ഈ തലച്ചോറിലെല്ലാം ഇങ്ങനെ വിഷവിത്തുകൾ പാകി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷവിത്ത് പെട്ടെന്ന് മുളച്ചിട്ട് ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഇല്ലാതെ തന്നെ പെട്ടെന്ന് റോക്കറ്റ് വിടാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിപ്പോ ത്രൂ ഔട്ട് ഈ ഒരു റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് അങ്ങനെ അറ്റാക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ സീസ് ഫയർ കൊലാപ്സ് ചെയ്യുന്നതിനെ കുറിച്ചോ യാതൊരുവിധ ക്ലോസും ഇതിനകത്ത് വെച്ചിട്ടില്ല. ഇനി അത് വെച്ചിട്ടില്ലേ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് നമുക്ക് തന്നിട്ടില്ലേ നമുക്ക് അറിയത്തില്ല. പക്ഷെ പബ്ലിഷ്ഡ് ആയി വന്നിരിക്കുന്നതിൽ ഇപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇതിനകത്ത് ഞാൻ കണ്ട ഒരു ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാല്,
ഈ ഒരു 42 ദിവസം മുതൽ 50 ദിവസത്തിനകത്ത് ആ ഒരു 8 ദിവസം, അതായത് ഈ സീസ് ഫയർ ഡീൽ എൻഡ് ആകുന്ന കംപ്ലീറ്റ് ബന്ദികളെയും ഹമാസ് വിട്ടുകൊടുത്ത ആ ഒരു 42ാമത്തെ ദിവസം മുതൽ 50 ദിവസം, ആ ഒരു 8 ദിവസമാണ് എനിക്ക് ഇതിനകത്ത് ഒരു ഇസ്രായേലിന്റെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു 8 ദിവസം ഹമാസിന്റെ കയ്യിൽ വേറെ ബന്ദികളൊന്നുമില്ല. ഇസ്രായേൽ സൈഡിൽ വേണമെങ്കിൽ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ചെയ്ത് വീണ്ടും ഗാസയ്ക്കുള്ളിൽ അവർക്ക് നിലനിന്ന് പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു 8 ദിവസത്തെ ഗ്യാപ്പ്. അപ്പൊ ഇത് എന്റെ ഒരു അനുമാനം മാത്രമാണ്, ഇതിനെക്കുറിച്ച് യാതൊരുവിധ കൺഫർമേഷൻ ഇല്ല. ഇത് ഞാൻ വായിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇതിനകത്തൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു ഒറ്റ ഒരു പോയിന്റ് മാത്രമാണ് ഇസ്രായേലിന് അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് ഈ ഒരു എഗ്രിമെന്റിൽ തോന്നിയ ഒരു ഏരിയ. ബാക്കിയെല്ലാം പിന്നെ നമ്മൾ ഓൾറെഡി തന്നെ പഴയ വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ കോറിഡോറിന്റെ കാര്യം ഞാൻ മനസ്സിലായല്ലോ. ഈ കോറിഡോർ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു കോറിഡോറാണ്. അതായത് 13 കിലോമീറ്ററോളം നീളമുള്ള ഒരു കോറിഡോറാണിത്. ഇതിനകത്ത് ഇസ്രായേൽ ഈജിപ്തിന്റെ ഭാഗത്ത് പോകുന്ന ആ റഫ ഗേറ്റ് ഫുൾ ആൻഡ് ഫുൾ ഇസ്രായേൽ എന്നേക്കുമായിട്ട് കൺട്രോൾ നിലനിർത്തും. ആ ബോർഡർ, റഫ ബോർഡർ ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇസ്രായേലിന്റെയും ഈജിപ്തിന്റെയും കൺസെന്റ് വേണം. അത് ഡോക്യുമെന്റ് ആണ്. ആ ഒരു ഡോക്യുമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റഫ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈജിപ്തിൽ നിന്നും വരുന്ന ഒരു ഗേറ്റ് ഫുൾ ആൻഡ് ഫുൾ ഇസ്രായേൽ കൺട്രോളിൽ തന്നെയാണ് നിലനിർത്തുന്നത്. ഫിലഡൽഫി കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ആകുന്നത് ഈ ഒരു ഈജിപ്തിൽ നിന്നും വരുന്ന കടന്നുകയറ്റമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കരീംശാലം ഗേറ്റിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഒരു സൈഡ് റഫ ഗേറ്റ്, ഇടത് സൈഡ് റഫ ബോർഡർ ഗേറ്റ് ഈജിപ്തിലോട്ട് പോകാനുള്ള എൻട്രൻസും, മറ്റേ സൈഡ് ഗാസയുമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയും ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ ചെക്ക് പോയിന്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതാ എഗ്രിമെന്റിൽ പറയുന്നതാണ്. ഈ ഒരു ചെക്ക് പോയിന്റിൽ, അതായത് ചില നിർണായക പോയിന്റുകളിൽ ഇസ്രായേലിന്റെ ചെക്ക് പോയിന്റ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ ഈ ഒരു ബഫർ സോണിന്റെ ഏരിയയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് നെറ്റ്സറീം കോറിഡോർ എന്ന് പറഞ്ഞ ഒരു കോറിഡോർ ഫുൾ ആൻഡ് ഫുൾ ഇസ്രായേൽ കൺട്രോളിൽ എടുക്കുകയാണ്. അതിനകത്ത് പെഡസ്ട്രിയൻസിന് പ്രത്യേക റൂൾസ്, അതുപോലെ ചില ടൈം ലൈനുകൾ അതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടികൾ അതിനകത്ത് കടന്നു പോകുമ്പോഴത്തേക്കും ചെക്ക് പോയിന്റുകളുണ്ട്. ആ രീതിയിലുള്ള ചില നിയമങ്ങളൊക്കെ നിയന്ത്രണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പെഡസ്ട്രിയൻസിന് തോന്നുന്ന പോലെ ഈ ഒരു നെറ്റ്സറീം കോറിഡോർ കഴിഞ്ഞിട്ട് നോർത്ത് ഗാസയിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല. പ്രത്യേകമായിട്ടുള്ള ചെക്കിങ്ങും ചെക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ബിഗിനിങ്ങിൽ താരതമ്യേന അവിടെ പോയി സെറ്റിൽമെന്റ് ചെയ്യുന്നത് വരെ അവിടെ പോയി ഈ ഒരു ആൾക്കാർ, അതായത് ഈ കയറി വരുന്ന ആൾക്കാർ ഈ ഒരു അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നൊക്കെ കയറി വന്ന് അവിടെ അവരുടെ സ്ഥലങ്ങളിൽ പോയി ഒക്കുപൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിൽ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, അൺലെസ് നിങ്ങൾ ആയുധധാരികളായിട്ട് പോവാതിരുന്നാൽ മതി. ആയുധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും. അവിടെയൊക്കെ എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും ഉണ്ട്. അപ്പൊ അവിടെ ആയുധങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പിടിക്കും. അല്ലാത്ത പക്ഷം പ്രാഥമികമായിട്ട് അവിടെ ഈ ഒരു 42 ദിവസത്തേക്ക് ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് 7 ദിവസത്തേക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 7 ദിവസം കഴിഞ്ഞ് 42 ദിവസം വരെ അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവിടെ ഈ ഉള്ളിൽ വന്ന് പ്രാഥമികമായിട്ട് ഈ റഫ ഗേറ്റും അതുപോലെ ഈ ഒരു ഫിലഡൽഫി കോറിഡോറൊക്കെ കഴിഞ്ഞ് ഗാസയ്ക്കുള്ളിൽ എൻ്റർ ആകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവിടെ ഫ്രീ ആയിട്ട് തന്നെ പോകാന്നുള്ളതാണ്. അതിനുശേഷം ഈ ഒരു നെറ്റ്സറീം കോറിഡോർ വളരെ കൺട്രോൾഡ് ഏരിയ ആയിട്ട് വളരെ ഹൈ ലെവൽ സെക്യൂരിറ്റി ഏർപ്പാടാക്കി നിർത്തും എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പഴയ ഗാസ പോലെ അല്ല, ഗാസയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇസ്രായേൽ കുറച്ചൊക്കെ സ്ഥലങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള തീരുമാനത്തിലാണ്. അതുപോലെ ബഫർ സോണിൽ, അതിപ്പോ ഈ ഗാസയില് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ മാപ്പിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നില്ല, ഇതാണ് ഈ ബഫർ സോൺ. 1.5 കിലോമീറ്റർ വിസ്താരമുള്ള ബഫർ സോൺ ഗാസയെ ചുറ്റി കിടക്കുകയാണ്. അപ്പൊ അത്രമാത്രം ഗാസ ഇനി കുറച്ചുകൂടെ ചുരുങ്ങാണ്. ആ രീതിയിൽ ചുരുങ്ങിയ ഗാസയിൽ ഈ 1.5 കിലോമീറ്റർ ഈ ഒരു ബഫർ സോണിൽ ഓരോ 400 മീറ്റർ അല്ലെങ്കിൽ 700 മീറ്ററിന്റെ ഇടയ്ക്ക് ഒരു ഇസ്രായേലിന്റെ ചെക്ക് പോയിന്റ് ഉണ്ടാവും. ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം ഹമാസും ഈജിപ്തും ഖത്തറും ഇസ്രായേലും കൂടെ അംഗീകരിച്ചിട്ടാണ് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഹിൻഡൻബർഗ് അടച്ചുപൂട്ടിയ കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.